பிரதர் பிரதரா? அந்த பையனோட அப்பா அம்மா ஏன் அப்படி ரூடா பேசினாங்க? ഏത് പയ്യൻ? ഫ്രണ്ട്. അത് പിന്നെ പാതിരാത്രി തമിഴിൽ പറഞ്ഞ് ഞാൻ എങ്ങനെ മനസ്സിലാക്കാതെ. തങ്കച്ചി, നൈറ്റിൽ 2 പസങ്ങ കൂടെ ഒരു പൊണ്ണു പോയാ കേരളാവിൽ പിടിക്കാതെ. നീങ്ക തൂങ്ങിക്കോ. அதுல என்ன தப்பு இருக்கு? ഒരു തപ്പും ഇല്ല. നീങ്ക റെസ്റ്റ് പണിക്കോ. തപ്പേ അല്ല, നിങ്ങൾ നനച്ച വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടിയ വണ്ടി കയറിയിരിക്കോ? വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? ரொம்ப കേവലം. ഏത് നേരത്താണോ ഇവനെയൊക്കെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്? ഇപ്പൊ നനച്ച വണ്ടി കിട്ടിയില്ല, ഉള്ള വണ്ടി പോവുകയും. ഹലോ അണയാ, നിങ്ങൾ എവിടെ? നമ്മളിപ്പം ഒറ്റപ്പാലം. അണയാ, ഒന്നും പേടിക്കണ്ട, നിങ്ങളെങ്ങും പോയില്ലേ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അവനെ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാന്നൊക്കെ അവിടെ പറയുന്നേ. കല്യാണമാ? ആ, കല്യാണം. അവൾ ഒളിച്ചോടിയെന്ന് വീട്ടുകാർക്ക് നാണക്കേടായടാ. അതിന്റെ വിഷമത്തിന്റെ അവിടെ എല്ലാവരും അതാ. എടാ, അവരെക്കാളും ടെൻഷൻ ഇപ്പൊ എനിക്കാടാ. ചാച്ചന്റെ വണ്ടിയുടെ ടൈലാൻ പുറത്തും ചവിട്ടി പൊട്ടിച്ച്. അതങ്ങനെ അയാൾ കണ്ട അയാൾ ഉറപ്പായിട്ട് എന്നെ തല്ലിക്കൊല്ലും. എടാ, ചാച്ചന് വണ്ടിയേക്കാൾ ഇഷ്ടം നിന്നെയാ. ആളിവിടെ ഫുഡ് പോലും കഴിക്കാണ്ടിരിക്കുന്നേ നിന്നെ കാണാൻ വേണ്ടിട്ട്. എല്ലാവരും വിഷമിച്ചിരിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, വേഗം വാ. ശരിക്കും ചാച്ചൻ പറഞ്ഞ? ആ അണയാ, പിന്നെ ഫോൺ ഓഫ് ആക്കണ്ടാട്ടാ. ഇല്ല തങ്കച്ചി, ഉനക്ക് കല്യാണോ? നിനക്കൂടെ പൊക്കൂടായിരുന്നോടാ? ജസ്റ്റ് മിസ്സാ. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് അളിയാ. എടാ, നിന്റെ അവളുടെ കല്യാണം ഉറപ്പിച്ച്. കല്യാണം? ആടാ, അവർക്ക് പ്രശ്നം നാണക്കേടൊക്കെ ആയി. നിങ്ങളെ കെട്ടിക്കാൻ പോവാ. ആരാ പറഞ്ഞു? എടാ, നിജു വിളിച്ചു പറഞ്ഞു. നിജുവാ? അളി അമ്മയാണ് സത്യം. അവന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? ആ അളിയോ, ഇനി ഇങ്ങനെ നടന്നാൻ പറ്റില്ല അളിയാ. ഒരു ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് അവളെ നന്നായിട്ട് നോക്കണ്ടേ? പുരുഷനായി വേണം. പോവാം, വാ, നമുക്ക് നേരെ നാളിലോട്ട് വിടാം. എന്നിട്ടുള്ളറിഞ്ഞാൽ മതി. നിധി, ഫ്രൂട്ടി വേണം. ബിസ്ക്കറ്റ് വേണം. നിധിയുടെ സങ്കല്പത്തിൽ ഒരു ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ വെൽ സെറ്റിൽഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ആകാൻ നോക്കും നിധി. പ്രൗഡ് ഓഫ് യു. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ കല്യാണത്തിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിധി, എല്ലാത്തിനും ഒരു നിമിത്തമുണ്ടല്ലോ. ഞാൻ ഇരുന്നോളാം. എന്തിനാടാ അപ്പൊ പോലീസ് വരുന്നത്? സാർ, ഫാമിലി സാർ. ഫാമിലി. ആരുടെ ഫാമിലി? തങ്കച്ചി. ഏത് തങ്കച്ചി? അല്ല സാർ, ഞാനല്ല കേൾക്കാൻ അവനാ. നിനക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നീ ഇനി കുറച്ചു കാലേ കോടതി കയറി ഇറങ്ങേണ്ടി വരും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ ഞാൻ ഉണ്ടാക്കി തരുന്നു. പ്ലീസ്. കൊച്ചു വിഷമിക്കണ്ട. അച്ഛനോടും അമ്മയോടും സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കും. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അവളുടെ വീട്ടുകാർ വരുമ്പോൾ എന്തായാലും നിനക്ക് അവളെ പിടിച്ച് കെട്ടിച്ചു തരും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് രണ്ടുപേരോട് ജീവിക്കടാ. ആര്യൻ, அந்த ഫ്രൂട്ടി തരിയാ? കുറച്ച് ചാടാം.
എടാ കുറച്ച് താടാ. വെള്ളം വല്ലതും കുടിച്ചോടാ. എടാ കുറച്ച് താടാ. താ. എടാ അതേ കയറി. 11 മണി വരെയുള്ള ബാർ 12 മണി വരെ തുറന്നു വെച്ചിട്ട് ഒരുമാതിരി കാശുള്ളവന്മാരെ മാത്രം വട്ടം വെച്ചിട്ട് പിടിക്കുന്നു. എന്ത് എത്തിക്സ് ആടോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. നിനക്ക് ഇത്രയും നേരം അടുത്തിരുന്നിട്ട് മതിയായില്ലേ? അങ്ങോട്ട് മാറിയിട്ടാ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. കുടിക്കാൻ ഒരു ചായ കിട്ടും. ചായ. എനിക്കൊരു ചായ. മിണ്ടാരടാ. കുടിക്കാൻ എന്തെങ്കിലും വേണോടോ? വേണ്ട. എനിക്കൊരു ഡബിൾ ലാർജ് ഓൺ ദ റോക്സ്. ഡോ സാർ, അവനെ പിടിച്ച് ലോക്കപ്പിലിട്ടെ. അവനുള്ള പെഗ് നമുക്ക് അവിടെ കൊടുക്കാം. എഴുന്നേക്കടാ. ഞാൻ ഓക്കെ. എഴുന്നേക്കടാ. എന്തോക്കെ അവന്റെ ഒരു NRI നീ സെല്ലിലേക്ക് പോകണം. സാറേ, ആ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ആ, അതവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അല്ല, കോട്ടയത്തിനെത്താൻ എന്തായാലും 5-6 മണിക്കൂർ എടുക്കും സാറേ. ആയിക്കോട്ടെ സാർ. ആ, ഓക്കെ സാർ. ഓക്കെ. ചന്ദനശിലകളിലമ്പിളി തഴുകിയ തീരം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. കൊച്ചുവനെ, നിങ്ങളങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്നേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എടാ കൊച്ചുവനെ. അച്ഛാ, അച്ഛാ, എന്താണ് നിനക്ക് പറ്റിയത്? എനിക്ക് என்ன பண்றதுனே தெரியல. ഇതൊന്നും ലാബിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. அந்த ஃப்ரூட்டி தரியா? വിഷം അടിച്ചെന്നാ തോന്നണേ. വിഷോ? എടാ വിഷോ, വാ നോക്കുന്നു പറയടാ ചേട്ടാ. ഡോ, ആ ജീപ്പ് തിരിച്ചു വിളിക്ക്. വിഷം തരാണ്ടിരിക്കാൻ മാത്രം നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോടാം. ആരാണ് എവിടെ ഇരിക്കാ? ഇപ്പൊ കുഴപ്പമില്ല. ഇന്നലെ കൊണ്ടുവന്നപ്പോ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. നീ റെസ്റ്റ് എടുക്ക്. എടാ അവനിപ്പോ കുഴപ്പമില്ലടാ. പിന്നെ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ചെല്ലട്ടെ, വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഓക്കെ ഏട്ടാ. കണ്ടാ മതിയായിരുന്നു. പ്രേമം എന്നൊക്കെ പറഞ്ഞ അവൻ്റെ ആടാ പ്രേമം. ஆரியன், எதுக்கு நீ இப்படியெல்லாம் பண்ற?
எதுக்கு என் மேல இப்படி பைத்தியமா இருக்க? அந்த சிச்சுவேஷன் எப்படி ஹேண்டில் பண்றதுன்னு தெரியாதனால தான் நான் பாய்சன் குடிச்சேன். ஆனா எனக்காக നീ എതുക്ക് സാധനം? പക്ഷെ എനിക്കിപ്പോ അവനോട് റെസ്പെക്ട് വന്നോണ്ടാ. എന്തിനു വിഷം അടിച്ചാനാ? இனிமே இந்த மாதிரி முட்டாள்தனமாலாம் நடந்துக்காத. நான் முன்னாடியே உன்கிட்ட சொல்லியிருக்கேன். என் சாய்ஸா இருந்தாலும் டெசிஷனா இருந்தாலும் எதுக்குமே வேல்யூவே இல்லை. എനിക്കും ഉണ്ടായിരുന്നു ഒരുത്തി. എന്റെ അടുത്ത് നോക്കിയത് വാട്സപ്പിലെ DP മാറ്റി. അപ്പൊ വേണ്ടത് വെച്ചാൽ അവളെ இப்படி சீரியஸ்னஸே இல்லாம இருக்காத. உன் லைஃப் அப்படி நீ வேஸ்ட் பண்ணாத. അവൻ്റെയൊക്കെയാടാ ശരിക്കുള്ള പ്രണയം. ഇപ്പൊ നിക്സൺ ചേട്ടന്റെ കാര്യം തന്നെയോ? കോടിയുള്ള സ്വത്തല്ലേ ഒരു പെണ്ണിനടി വലിച്ചെറിഞ്ഞിട്ട് അയാൾ പോയത്. സുഹാന ഇന്നലെ മുതൽ അവളെ കുറിച്ച് യാതൊരു വിവരമില്ല മോനെ. ഇന്ന് രാവിലെ 8:30 മണിയായപ്പോൾ ഒരു ഫോൺ കാൾ വന്നു. അവളൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞത്. ഞങ്ങളെ നിന്നെ എല്ലാം പറ്റിച്ച് അവള് പോയി മോനെ. നിശ്ചയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതല്ലേ? അതുപോലെ തന്നെ വേറൊരാളുടെ പെണ്ണായിട്ട് ഈ ജന്മം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിശ്ചയ വേറെ പെൺകുട്ടിയെ കണ്ടെത്തി സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രേമെന്ന് പറഞ്ഞ എന്താ അല്ലേ? നീ ഒന്ന് അവനെ ശ്രദ്ധിച്ചേക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവനെ നോക്കുമ്പോഴേ അവനത് മോശം. എടാ മോനെ, നീ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. உன் கூட ஸ்பெண்ட் பண்ண கொஞ்ச நேரம் தான் என் லைஃப்லயே ஹாப்பியஸ்ட் மொமெண்ட்ஸ். നീ ഓക്കെ അല്ലേ? ഇതെന്താണ് എല്ലാരും കൂടെ ഓക്കെയാണോ ചോദിക്കണം. ഞാൻ പിന്നെ ഓക്കെ അല്ലാതെ എവിടെ പോകാനാണ്? എടാ, ഏതെങ്കിലും പെണ്ണിന് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. നീ ഗ്രൗണ്ടിൽ വാ, എല്ലാം സെറ്റാവും. എടാ സോറി അളിയ, സ്റ്റേഷനിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാലും വിടത്തുള്ളൂ. മനസ്സിലാവും. വിഷമിക്കണ്ടാ, ഞങ്ങളൊക്കെ അല്ലേ ഇതിൻ്റെ കൂടെ. ആ വെള്ളം കളയാടാ. വെള്ളത്തിലെന്തോ പൊടി പോലെ. ഹലോ, നീ എന്താളിയാ കോൾ എടുക്കാത്തെ? അളിയ ഉറങ്ങുമായിരുന്നു. വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിനക്ക് എന്താടാ വയ്യേ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അളിയ. കണ്ണടയ്ക്കുമ്പോൾ അവളെ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അളിയ. അതും കൂടാതെ ഇവിടുത്തെ ആൾക്കാർ മൊത്തം അളിയ ഭ്രാന്തെടുപ്പിക്കുവാടാ. സെൽഫ് കെയർ, കൗൺസിലിംഗ്, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അളിയ, നിന്നെ ഉപദേശിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നീ ആ നിക്സഞ്ചന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളെ വീട്ടിൽ പോലും കയറ്റുന്നില്ല, പാവപ്പെട്ടവൻ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നീ ഭാഗ്യവാൻ. അങ്ങ് സൊമാലിയയില് എത്ര പട്ടിണി പാവങ്ങളാടാ ഓരോ ദിവസവും വെള്ളം പോലും കിട്ടാതെ ചത്തൊടുങ്ങുന്നത്. ഇതൊക്കെ ഞാൻ ആരോട് പറയാം? മദ്യപ്പുഴയല്ലേ ഇവിടെ ഒഴുകുന്നത്. നമ്മുടെ യൂത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ഫുട്ബോൾ ജേഴ്സിയൊക്കെ ഇട്ടാണല്ലോ ഇരിക്കുന്നത്. എന്ത് കാര്യം? നമ്മുടെ യൂത്വത്തിന് കളിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഗ്രൗണ്ട് ഇല്ല. നമ്മൾ പ്രതികരിക്കണം. ആരൊക്കെയോ ഭരിക്കുന്നു. യൂത്വം ഭരിക്കട്ടെ. യുവത്വം ഭരിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നത്. പുതിയ പുതിയ നേട്ടങ്ങൾ സംഭവിക്കുന്നത്. നേട്ടങ്ങൾ വേണ്ട നമുക്ക്. എടാ, എങ്ങനെയെങ്കിലും ഒരു കുപ്പി ഒപ്പിച്ചാടാ. അങ്ങനെ ഒന്ന് കുടിപ്പിച്ച് ഉറക്കാനാ പ്ലീസ്. എടാ, അവളിപ്പോ ക്ലാസ്സിൽ വരാറേയില്ല. എനിക്ക് തോന്നുന്നു അവളെ തിരിച്ച് മധുരയ്ക്ക് കൊണ്ടുപോയെന്നാ. ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല.